ശ്രീ വി ജെ മാത്യു, MSC കേരളത്തിലെ ഒരു തുറമുഖം കൈകാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ അവർ 13,000 കോടി മുടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിച്ചാണല്ലോ. ഈ തുറമുഖം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫെസിലിറ്റേറ്റർ ആവാൻ ഈ നിക്ഷേപത്തിന് കഴിയില്ലേ? അല്ലെങ്കിൽ MSC കമ്പനിക്ക് സ്വാഭാവികമായും കഴിയില്ല. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു റൂട്ടാണിത്. അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അടക്കം ഉള്ള ഈ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടതടക്കമുള്ള കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിലേക്ക് വിഴിഞ്ഞത്തെ മാറ്റാനും, അങ്ങനെ വിഴിഞ്ഞം ആ തരത്തിൽ വലിയ ഒരു കണ്ടെയ്നർ ടെർമിനലായി മാറിയാൽ അതിൻ്റെ അനുബന്ധ ഗുണഫലം തിരുവനന്തപുരം നഗരത്തിന് മൊത്തമായി ലഭിക്കുകയും, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഡ്രീം പ്രൊജക്ട് തന്നെ മിഷൻ സമുദ്രയാണ്. കേരളത്തെ മുഴുവനായിട്ടൊരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളൊരു ഡ്രീം പ്രൊജക്ട് മുഖ്യമന്ത്രിക്കുണ്ട്. സമയമെടുത്താണെങ്കിലും അദ്ദേഹം അത് ഒരു അർത്ഥത്തിൽ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇതിന് വർത്തിച്ചുകൂടെ? ശ്രീ അഭിലാഷ്, ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഡ്രീം സമുദ്ര പ്രൊജക്റ്റൊക്കെ നല്ല കാര്യം. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡിസംബർ 3, 2024 ഈ തുറമുഖം കമ്മീഷൻ ചെയ്തിട്ട് എന്തുകൊണ്ട് MSC എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രം ഈ തുറമുഖത്ത് കപ്പൽ കൊണ്ടുവരുന്നു? എന്തുകൊണ്ട് അവിടെ മാത്രം കണ്ടെയ്നറുകൾ വരുന്നു? അത് ഒരു ഉത്തരം കിട്ടാത്ത കാര്യമാണ്. ഇപ്പോൾ DP വേൾഡ് വല്ലാർപാടത്തെ തുറമുഖം എടുക്കും. കൊച്ചിൻ പോർട്ടുമായിട്ടുള്ള 2011 തോന്നുന്നു UPA സർക്കാരുള്ളപ്പോൾ കരാറുപ്പ്. എനിക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ എഗ്രിമെൻ്റ് കാണാനുള്ളൊരു അവസരമുണ്ടായി. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് 33.3%, അതായത് തുറമുഖത്തു നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ 33.3% കൊച്ചിൻ പോർട്ടിന് കിട്ടേണ്ടത്. പിന്നീട് ക്രമേണ പല കേസുകളും വന്നു. അതിനകത്ത് ആ 33% എന്നുള്ള തുറമുഖത്തു നിന്ന് ലഭിക്കേണ്ട ആ തുക അല്ലെങ്കിൽ ലാഭം തുറമുഖത്തിന് പുറത്തേക്ക് പോയി. ഇപ്പോൾ കണ്ടെയ്നർ യാർഡുകൾ വന്നു, മറ്റ് പല എക്സ്പെൻസും എല്ലാം പുറത്തോട്ട് പോയി. അപ്പോൾ കൊച്ചിൻ തുറമുഖത്തിന് കിട്ടുന്ന തുലവും വളരെ കുറവാണ് ഇപ്പോഴും 2026 നിൽക്കുമ്പോൾ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊച്ചിൻ പോർട്ട് സർവൈവ് ചെയ്യുന്നത് തന്നെ ടാങ്കർ, നമ്മൾ സിംഗിൾ പോയിൻറ്റ് ബൂറിങ്ങിലും അകത്തും വരുന്ന BPCLിലേക്ക് വരുന്ന എണ്ണക്കപ്പലിൻ്റെ വരുമാനം കൊണ്ടും അതുപോലെ യാത്രാക്കപ്പലിൻ്റെ വരുമാനം കൊണ്ടുമാണ് കൊച്ചിൻ പോർട്ട് ഇപ്പോൾ കഴിയുന്നത്. അന്നത്തെ കൊച്ചിൻ പോർട്ടല്ല ഇന്നുള്ളത്. എറണാകുളം വാർഫും മട്ടാഞ്ചേരി വാർഫ് ഏതാണ്ട് പൂട്ടിയ പോലാണ്. അത് ഇപ്പോൾ ഒരു വർക്ക് ഫോഴ്സ് ആണെങ്കിൽ ഒരു 70-60% കുറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മൾ തൊഴിൽ സാധ്യതയും വരുമാനമൊക്കെ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റിന് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, MSC എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പോൾ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഈ മറ്റ് ഷിപ്പിംഗ് കമ്പനികൾ വല്ലാർപാടത്ത് വരുന്ന ധാരാളം MSC മാത്രമല്ല ലോകത്തെ ഏറ്റവും വലുത് മാസ്കാണ്. കപ്പൽ സൈസിൽ പലതും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ MSC ആണെങ്കിലല്ലേ അവർ വലിയ കമ്പനി. ഒരു കോവിഡ് കാലത്ത് 10,000 സ്ക്രാപ്പ് കപ്പലുകൾ വാങ്ങിയിട്ടുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഈ MSCയേക്കാളും കൂടുതൽ പൈസ അഡാനി പോർട്ട്സ് നടത്തണല്ലേ. ഏറ്റവും ലാഭത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ ഒരു തുറമുഖം കൺലയും മുന്തിരയുമാണ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്ന പോർട്ടാണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുന്നുണ്ട്, ബോംബെ നടക്കുന്നുണ്ട്. അപ്പം MSC നടത്തുന്ന പോർട്ട് മാത്രമേ ലാഭമെന്ന് പറയാൻ പറ്റില്ല. അഡാനിക്കുണ്ടല്ലോ അതിനുള്ള ആസ്തിയുമുണ്ട്, അവർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യം എന്തുകൊണ്ട് അവിടെ MSCയുടെ കണ്ടെയ്നർ മാത്രം വരുന്നു? ഇതുവരെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, അതിനൊരു മറുപടി വേണ്ടേ? അത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇക്കാര്യങ്ങളെല്ലാം പുതിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അന്വേഷിച്ച് ജനങ്ങളെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ആശങ്കയുള്ളൂ. അല്ലെ ഞാനൊരു രാജ്യ സുരക്ഷയൊന്നും വലിയ MSC വന്നുകൊണ്ടോ കാര്യമൊന്നുമില്ല. അതിപ്പോൾ വെറുതെ FRRO ചില കേസിലൊക്കെ പറയും ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് നടത്തിയ രാജ്യസുരക്ഷ, അതൊക്കെ വെറുതെയാണ്. കണ്ടെയ്നറുകൾ സ്കാൻ ചെയ്ത് എല്ലാ തുറമുഖങ്ങളും നടപ്പിലാക്കിയാൽ അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. അല്ല, കപ്പൽ വരുന്നതുകൊണ്ട് വലിയ രാജ്യസുരക്ഷയുടെ പ്രശ്നമൊന്നുമില്ല MSC ഏറ്റെടുത്തുകൊണ്ട്. പക്ഷേ നിയമപരമായിട്ട് കൺസെഷൻ എഗ്രിമെൻറ്റ് പ്രകാരം 26% മേലെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓണർഷിപ്പിൽ നേരത്തെ വായിച്ച ആർട്ടിക്കിൾ 49 പ്രകാരം ഇഷ്യൂണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ വയലേഷൻ കാരണം 38.3 വെച്ചിട്ട് ടെർമിനേഷൻ ക്ലോസ് ഉണ്ട്. പക്ഷേ ആ ടെർമിനേഷൻ ക്ലോസ് ഞാൻ കണ്ട ഈ ഓൺലൈനിലുള്ള കൺസെഷൻ എഗ്രിമെൻറ്റ് പ്രകാരം വളരെ വേഗമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ.
ഏതായാലും ടെർമിനേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് സർക്കാരും പ്രതിപക്ഷവും എല്ലാം കൂടി ഇതിനൊരു, പക്ഷേ ഇതൊരു കുത്തക ഇതിലേക്ക് പോകരുത്. ഇപ്പോൾ കൊച്ചിൻ പോർട്ട് പോലെ ലോകത്തുള്ള എല്ലാ പോർട്ടും എല്ലാ കപ്പലുകളും വരണം. മേസ്ക് വരും, ഹാപ്പക് ലോയറുണ്ട്, ജാപ്പനീസ് ലൈനുണ്ട്, ചൈനീസ് ലൈനുണ്ട്. ഇതൊക്കെ വരണ്ടേ? അതൊക്കെ പ്രോത്സാഹിപ്പിക്കണ്ടേ? എന്തുകൊണ്ടാണ് മറ്റു ലൈനൊക്കെ മാറി നിൽക്കുന്നത്? അപ്പോൾ MSC ഓപ്പറേഷനും കൂടെ ഏറ്റെടുത്താൽ എന്താകും സ്ഥിതി? ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു മൊണോപ്പൊളിയില്ല. അപ്പോൾ വരാൻ പോകുന്നത് വല്ലാർപാടത്ത് വന്നിട്ട് കൊച്ചിയും തൂത്തുക്കുടിയും പോകുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ തുറമുഖത്തേക്ക് പോകുന്ന കണ്ടെയ്നറുകളുടെ ഫ്രൈറ്റ് ചാർജസ് ഇവർക്ക് ബാർഗൈൻ ചെയ്യാനുള്ള പവർ ഉണ്ടാവും. അതാണ് മൊണോപ്പൊളി കൊണ്ടുള്ളത്. ഫ്രൈറ്റ് ചാർജ് മൊണോപ്പൊളി ആകുമ്പോൾ അവർക്ക് അതിൻ്റെ ലാഭം ഉണ്ടാവും MSCക്ക്. അപ്പോൾ സർക്കാരിൻ്റെ വരുമാനം ഇപ്പോൾ MSC എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഷെയർ കൂടെ പറയാം. കൺസെഷൻ എഗ്രിമെൻ്റ് പ്രകാരം ആദ്യത്തെ 15 വർഷത്തിൽ 1 രൂപയാണ് കിട്ടുന്നത്. പിന്നത്തെ വർഷമാണ് ഓരോ വർഷവും ഓരോ ശതമാനം കൂട്ടി 40% വരെയാണ് അതിൻ്റെ ക്യാപ്പ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ കൺസെഷൻ എഗ്രിമെൻ്റ് പ്രകാരം 20 വർഷത്തേക്ക് നീട്ടാം. പിന്നെ ഒരു 20 വർഷവും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ റിട്ടേൺ കൺസെൻറ്റോടുകൂടി നീട്ടാം. ഈ ക്ലോസ് ഇപ്പം ഈ 531 എന്ന് പറയുന്ന ഈ പ്രയർ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ റിട്ടേൺ അപ്രൂവൽ വേണം. അല്ലാതെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനേ പാടില്ല, 1% ആണെങ്കിൽ പോലും. അതിന്ന് ഞാൻ കേട്ടു, മുഖ്യമന്ത്രി വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതാണ് എൻ്റെ അഭിപ്രായം ഈ സ്റ്റേജിൽ. തീർച്ചയായിട്ടും ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ പോലെ വലിയ ആശങ്കയുടെ ആവശ്യമില്ല ഇപ്പോൾ. ശരി, ഓക്കെ, തീർച്ചയായിട്ടും.